अपने आप बोले ना मुझे। क्या बोलते भेलपुरी खाने से मेरा पति साइड में था, एक इंसान आया उसने उसको गोली मार दी यहाँ पे। उसने बोला कि शायद मुस्लिम नहीं है, उसने उसको गोली मार दी। नहीं 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 आप टेंशन मत लो, अब बेटा आप यहाँ पे रहो, हम साथ में। मैडम ये जो भहीद साहब है प्रेसिडेंट, आप टेंशन मत लो, मेरे बच्चे का बचा लो, हम बचा देगा, कोई बात नहीं। बेहतर പാകിസ്ഥാനിൽ നിന്ന് പഹൽഗാമിലെ ആക്രമണം നയിച്ചത് സൈഫുള്ള കസൂരിയാണെന്ന് പുതിയ റിപ്പോർട്ട്. 2 തദ്ദേശീയർ ഉൾപ്പെടെ 6 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്നും പരിശീലനവും കിട്ടിയിരുന്നു എന്നാണ് വിവരം. കാശ്മീരിൽ നിന്നുള്ള 2 തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. 2017 പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ ഭീകരരെ പാകിസ്ഥാനിൽ ഇരുന്ന് കസൂരി നിയന്ത്രിക്കുകയും ചെയ്തു. ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളുമെല്ലാം അവർക്ക് നൽകി. ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയത് എവിടെ നിന്നാണെന്നും അന്വേഷിക്കുന്നുണ്ട്. NIA സംഘം പഹൽഗാമിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ബീച്ച് ബഹേര സ്വദേശി ആദിൽ തോക്കറാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി വിവരമുള്ളത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ മറ്റൊരു സംഘമാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്. ജമ്മു കാശ്മീരിലെ ലഷ്കറിന്റെയും TRFന്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് തീവ്രവാദി സൈഫുള്ള ഖാലിദ് എന്ന കസൂരി. ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദിനെ സൈഫുള്ള കസൂരി എന്നും വിളിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സയ്യിദിന്റെ വളരെ അടുത്ത ആളാണ് ഇയാൾ. കസൂരി എപ്പോഴും ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനാൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി പ്രിയങ്കരനാണ്. പാകിസ്ഥാനിൽ വലിയ സ്വാധീനം ഇയാൾക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് 2 മാസം മുൻപ് സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കഗൻപൂരിൽ എത്തിയിരുന്നു. അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തി. കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടുങ്ങുകയാണ് ഇന്ന് രാജ്യം. കൊല്ലപ്പെട്ടവരിൽ മലയാളികളുമുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയാണ് ആക്രമണം ഉണ്ടായത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച പുലർച്ചെ ഡൽഹിയിലെത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവരുമായി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മോദി അടിയന്തര യോഗം ചേർന്നു. ഭീകരാക്രമണത്തെ US-ഉം റഷ്യയും ഉൾപ്പെടെ വിദേശ ലോക രാഷ്ട്രങ്ങൾ അപലപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ തുടങ്ങിയ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. NIA സംഘം ഇന്ന് കാശ്മീരിലെത്തും. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് ഭീകരർക്കായി വ്യാപക തിരച്ചിൽ തുടരുന്നുണ്ട്. ഭീകരരെ കണ്ടെത്തുന്നതിനായി സ്നിഫർ നായകളെയും മറ്റ് സാങ്കേതിക രഹസ്യാന്വേഷണ മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞു. 6 ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ഭീകരാക്രമണം നടന്ന സ്ഥലത്തുനിന്ന് ഉപേക്ഷിച്ച് ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. അന്വേഷണം NIA ഏറ്റെടുത്തു കഴിഞ്ഞു. വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസരൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത്.